തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം ക്രിസ്ത്യാനികൾ. പി.സി. ജോർജ്. തെരഞ്ഞെടുപ്പ് ഫണ്ട് സംബന്ധിച്ച വിവാദം തന്നെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചത് മൂലമെന്ന് പി.സി. ജോർജ്. പൂഞ്ഞാർ മുൻ എം.എൽ.എ. സെബാസ്റ്റ്യൻ കുളത്തങ്കലിനെതിരെ ആഞ്ഞടിച്ച് പി.സി. ജോർജ്. ഇവിടുത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ബി.ജെ.പിക്കെതിരെ ശക്തമായി ആഞ്ഞടിച്ചുകൊണ്ട് യു.ഡി.എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. അത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കേണ്ട, ബിഷപ്സിൻ്റെ തന്നെ ഭൂരിപക്ഷം വരുന്ന ബിഷപ്സും ഒറ്റക്കെട്ടായി യു.ഡി.എഫിന് അനുകൂലമായ തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് എന്നെ തോൽപ്പിച്ചത്. ഇതിൽ ഞാനിവിടെ ജയിക്കുമായിരുന്നു, സംശയമൊന്നുമില്ല. എലക്ഷൻ ഫണ്ട് എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കില്ല എന്ന് ശപഥം ചെയ്ത് പറഞ്ഞാണ്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വളരെ നിർബന്ധമായും ബി.ജെ.പിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്, നിൽക്കണം എന്ന് പറയും. കാരണം പൂഞ്ഞാറ്റ് വേറെ ആളില്ല, നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി കിട്ടിയത് 2900 വോട്ട് മാത്രമാണ് ഇവിടെ പൂഞ്ഞാറ്റ്. ഇത്തവണ അത് ഞാൻ നിന്നുകൊണ്ട് ആണെന്ന് ഉള്ള അഹങ്കാരം പറയുകയല്ല, ഇത്തവണ അത് 36,112 വോട്ടാക്കി ഉയർത്താൻ കഴിയും. സ്വാഭാവികമായും മറ്റു പലർക്കും അതിന് എന്നോട് ഇച്ചിരി മനപ്രയാസവും വേദനയൊക്കെ ഉണ്ടാവാം. ആ വേദനയൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഇരുന്നതിന് ഞാൻ എന്ത് ചെയ്യാനാണ്? ദൈവം എനിക്ക് അനുകൂലമായി, ജനം അനുകൂലമായി വോട്ട് ചെയ്തു, അതിന് വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ല. എന്നാൽ നിങ്ങളുടെ മനസ്സിലാക്കുന്ന ഒരു സത്യം ഞാൻ പറയാം. ഞാൻ ഇലക്ഷൻ തോറ്റ് കഴിഞ്ഞ്, സ്വാഭാവിക തോറ്റ് ഒരു ആഘാതമാണല്ലോ. തോറ്റ് കഴിഞ്ഞ് ഞാൻ എരുമേലി ഒരു കമ്മിറ്റി ആണ്. കമ്മിറ്റിക്ക് വന്ന് 2 ബി.ജെ.പി സ്ട്രോങ് ആളുകൾ, അതാണ് രസം. അമ്മമാരെന്നോട് പറഞ്ഞു 4,40,45 രൂപ കിട്ടുക, ഇതെല്ലാം കൂടെ എവിടെ പോയി, എന്ത് ചെയ്തു, മറിച്ചത് ചൂടായി. അപ്പം ഞാൻ ഇത്രയും രൂപ കിട്ടും എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ പറഞ്ഞു 4,45,00,000 രൂപ കിട്ടിയത് ആരൊക്കെ കട്ടു, എവരൊക്കെ തിന്നു എന്ന് അറിയേണ്ടതായിട്ടുണ്ടെന്നപ്പോൾ ഞാൻ എൻ്റെ ചൂടായി. ഞാൻ പലപ്പോഴും ശുദ്ധ തന്തയില്ലാത്ത ആ വാക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. ശുദ്ധ തന്തയ്ക്ക് കൊടുക്കാത്തവൻ. അതായത് മനസ്സിലാക്കണം, അവനെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുന്നവൻ ഈ ജോസഫ് ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി ജയിപ്പിച്ച് അവനെ കൊണ്ടുവന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി നമുക്ക് വോട്ടില്ല, മാണി ഗ്രൂപ്പിനെ വോട്ട് കൊടുക്കുകയില്ല. അങ്ങനെ വന്നപ്പം CPM-ന്റെ AKG സെന്ററിൽ പോയി എല്ലാ നേതാക്കന്മാരെയും കണ്ട്, മാത്രം VS-നെ കൊണ്ട് തന്നെ സ്ട്രോങ് ആയ നിലപാട് സ്വീകരിച്ച് ഇവനെ സ്ഥാനാർത്ഥിയാക്കി ഇവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. 2 ആഴ്ച കഴിഞ്ഞിട്ട് മണിപ്പിച്ചു. ആ പാരമ്പര്യമാണുള്ളത്, മനസ്സിലായോ? ഈ തന്തയ്ക്ക് വർക്കാത്തരം കാണിച്ച് പഠിച്ചും തന്തയ്ക്ക് വർക്കാത്തരം പ്രതീക്ഷിക്കും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല.